നമസ്കാരം പ്രിയമുള്ളവരെ. പാലക്കാട് നിന്നും കഴിഞ്ഞ ദിവസം ഒരു പുതിയ പരാതി, ഒരു പീഡന പരാതി കൂടി പുറത്തു വന്നിരിക്കുന്നു. പീഡന പരാതി പുറത്തു വന്നപ്പോൾ തന്നെ ആ പീഡന പരാതിയുടെ പുറത്ത് അത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടുമായി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് BJPക്കാർ നോക്കി. അതിനുശേഷം ഞാൻ നടത്തിയ കുറേ സെർച്ചുകളും പാലക്കാടുള്ള എൻ്റെ ചില ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ നടത്തിയപ്പോഴും കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇലക്ഷൻ ടൈമിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടി കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടി കൊടുക്കാൻ വേണ്ടി ചെയ്ത BJP നടത്തിയ ഒരു നാടകത്തിൻ്റെ പരിണിത ഫലമാണ് ഈ പരാതി ഇപ്പോൾ വന്നത് എന്നുള്ളതാണ്. ഇങ്ങനൊരു പരാതി അന്തരീക്ഷത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ചിലരൊക്കെ. അന്തരീക്ഷത്തിൽ എന്ന് പറയുമ്പോൾ ഈ പരാതിക്ക് കാരണമാകുന്ന നിദാനമാകുന്ന പ്രശ്നമുണ്ടായിട്ട് കുറച്ച് നാളുകളായി, ഒരു 4-5 മാസത്തിൽ കൂടുതലായി ഉണ്ടായൊരു പ്രശ്നമാണ്. ഇതൊരു പഴയ കൗൺസിലറാണ്, ഇപ്പോൾ അയാൾ വീണ്ടും കൗൺസിലറാണ്. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ്, അതായത് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഒളിവിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഡിസംബർ മാസം 11-ാം തീയതി പുറത്തു വരികയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, അതായത് പ്രിയേച്ചി ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ചായ ഊതി കുടിച്ചതുമൊക്കെ ഉണ്ടായ ദിവസം വോട്ട് ചെയ്യാൻ വന്ന പ്രശാന്ത് സി വത്സൻ എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെയാണ് പരാതി ഉണ്ടായിട്ടുള്ളത്. പരാതികളിൽ സമാന സ്വഭാവം ആണ് ഈ പരാതി അപേക്ഷയിലും പരാതിയിലും കണ്ടുവരുന്നത്. അതായത് ഈ പരാതിക്കാരി ഇവിടെ 2 രീതിയിലാണുള്ളത്. ഈ പരാതിക്കാരി ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുകയും ബ്യൂട്ടീഷ്യനുമാണ്. അവരുടെ സ്ഥാപനത്തിൽ അവർ നിരന്തരം തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോവുകയും അവിടെ വെച്ച് പ്രശാന്ത് സി വത്സൻ എന്ന് പറയുന്ന ആളിൻ്റെ പ്രായമുള്ള ഒരാളിനെ പരിചയപ്പെടുകയും അയാൾ ഈ സ്ത്രീയോട് മോശമായി സംസാരിച്ചു. അത് പ്രശാന്ത് ശിവനോട് സംസാരിച്ച് പ്രശാന്ത് ശിവൻ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും അതിനുശേഷം ഇവർ നിങ്ങൾ സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം മൂത്തിരിക്കുന്ന സമയത്ത് ഇയാളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് പരാതിക്കാരി പറയുന്നത് തൻ്റെ റൂമിൽ വന്ന് തന്നെ കയറി പിടിച്ച് റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. പരാതിക്കാരി ദളിത് യുവതിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ തൻ്റെ ഇഷ്ടമില്ലാതെ തന്നെ അന്ന് കയറി പിടിച്ച ദിവസം ഈ സ്ത്രീ പരാതി കൊടുത്തില്ല എന്നൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്, ഇയാൾ കാറിൽ ബലമായി വിളിച്ചു കയറ്റിക്കൊണ്ടുപോയി കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് രണ്ടാമത്തെ സന്ദർഭം പറയുന്നത്. മൂന്നാമത്തെ സന്ദർഭമായിട്ട് പറയുന്നത് ഏതോ ലോഡ്ജിലേക്ക് ഭീഷണിപ്പെടുത്തി വരുത്തി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. മറ്റൊന്ന്, ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഒരു മുട്ടയുടെ മറവുണ്ടെങ്കിലും ചിലർക്ക് ലൈംഗിക വീഴ്ച മുട്ടയുടെ മറവുണ്ടെങ്കിലും ചെയ്യുന്ന ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അത് സ്ത്രീയും പുരുഷനും അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമല്ല, ഇവർ ഗർഭിണിയായ സമയത്ത് ഗുളിക വാങ്ങിക്കൊടുക്കാൻ ഗർഭം അലസിപ്പിക്കണം എന്ന് പറഞ്ഞതായിട്ടും പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പരാതി എഴുതിയതിൻ്റെ സമാനമായ രീതിയിലുള്ള പരാതികളും അതിനുള്ള ക്രിയേറ്റിവിറ്റിയുമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സംഭവം പുറത്തു വന്നുടനെ തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ അഭിനവ രാജ്ഞിയെന്നോ അഭിനവ നവോത്ഥാന നായികയെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞത്, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയുള്ള പലരും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ അതല്ല വിഷയം. ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് പ്രിയ ഇളവടി മഠം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറാണ്. ഈ പ്രിയ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് രാഹുലെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രിയച്ചി ചായ വേണമെന്ന് ചോദിക്കുകയും അത് ഊതി രാഹുൽ കുടിക്കുകയും ചെയ്തു. അന്ന് രാഹുലിന് തുടങ്ങിയൊരു കലിപ്പാണ് ഈ പ്രിയേച്ചിക്കുള്ളത്. പിന്നെ പ്രിയേച്ചിക്ക് പഴയ ഒന്നാമത്തെ പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായിയാണ് ഇയാളെന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായി എന്ന് പറയുമ്പോൾ ഒരാൾ CPMൻ്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അയാളുടെ മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്തു എന്ന് വെക്കുക. വോട്ട് ചെയ്തതിൻ്റെ പേരിൽ അയാൾ മുഖ്യമന്ത്രി സുഹൃത്താകുമോ? അപ്പോൾ ഒരു MLA ജയിച്ചതിന് ശേഷം ആ മണ്ഡലത്തിലെ MLA കാണുവാൻ ഈ പ്രശാന്ത് സി വത്സൻ ചെന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ പ്രശാന്ത് സി വത്സൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് ഈ 24-ാം വാർഡിൽ മത്സരിച്ചത് കൊണ്ടാണല്ലോ അവിടുത്തെ വോട്ടറായ രാഹുൽ മാങ്കൂട്ടം പോയി വോട്ട് ചെയ്തത്. അത് ഒരു രാഷ്ട്രീയക്കാരന് നമ്മളെക്കാളുപരി ഒരു കാരണവശാലും അവരവരുടെ വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കത്തില്ല. അതാണ് രാഹുൽ അവിടെ ചെയ്തത്. അത് അയാളുടെ ജനാധിപത്യ മര്യാദയും ജനാധിപത്യപരമായ അയാളുടെ അവകാശവുമായിരുന്നു. രണ്ടാമത്, അവിടുത്തെ MLA കോൺഗ്രസ്സുകാരനായിരുന്നു അല്പം മുമ്പ് വരെ, അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കുന്നവരെ. അപ്പോൾ ആ ഒരു ബന്ധം MLA എന്ന നിലയിൽ കൗൺസിലറായി ജയിച്ചതിന് ശേഷം പ്രശാന്ത് സി വത്സൻ അവിടെ ചെന്നിട്ടുണ്ടാകും, ഇല്ല എന്ന് നമ്മൾ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഏത് പരാതി വന്നാലും അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രശാന്ത് സി വത്സനോട് ഈ സ്ത്രീയെ പ്രേമിക്കാനും അവളോടൊപ്പം കിടക്ക പങ്കിടാനും അവളെ കയറി പിടിക്കാനും അവൾക്ക് ഗർഭമുണ്ടായും ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിനും ഇയാൾക്കും ട്രെയിനിങ് കൊടുത്തത് CPMോ BJP ആണോ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നങ്ങളാണ്. നമ്മളൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനുഷികവും അതിൽ ഉപരി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായ നിയമസംഹിതയോടും അതിൽ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യത്വപരമായ
കർമ്മങ്ങളും അതിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തോണ്ട് പരിചയമുള്ള ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്, അയാളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പ്രണയമില്ലെന്നോ അവരേതെങ്കിലും സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ വീണ്ടും വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ബി ജെ പിയിലില്ലേ ഇത്തരം ആൾക്കാർ? ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരാളിനൊരു അപമാനമില്ലേ? ബി ജെ പിയിലെ എത്ര നേതാക്കന്മാർക്ക് വരെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ മലമ്പുഴയിലെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വരെ ബലാത്സംഗത്തിന് കേസില്ലായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവരുടെ അമ്മയാണ്, എനിക്ക് തോന്നുന്നു അവരുടെ മക്കളോ കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നു. കുറേ കൂടിയൊക്കെ മര്യാദ രാഷ്ട്രീയത്തിലാകാം. അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ചെയ്യാം. എൻ്റെ സുഹൃത്ത് പോയി ഒരു വൃത്തികേട് കാണിച്ചാൽ അതെൻ്റെ കുറ്റമാണെന്നോ ഞാൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നതിന് ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇതുപോലൊരു ആദ്യത്തെ പ്രണയമായിരുന്നു, കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു എന്ന് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ത് വന്നാലും അതിനെ കണക്ട് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരൊന്നും തന്നെ അത്ര നല്ല ആൾക്കാരല്ല. നല്ല ചിന്താഗതിനെ പറ്റിയൊക്കെ പുറത്തു വരുന്ന പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടുകളുണ്ടാകും. അങ്ങനെയുള്ള കക്ഷികളാണ് രാഹുൽ മാങ്കൂട്ടം, റിനിയാൻ ജോർജ്, ഇവരൊക്കെ എന്ത് സംഭാവനയാണ് കോൺഗ്രസിനോട്? കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ് എം എ ഷാഹനാസ്, അവർക്ക് മെമ്പർഷിപ്പ് പോലുമില്ല. അതുപോലെ റിയാൻ ജോർജ്, ഇവളൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു ജനകീയനായ ചെറുപ്പക്കാരനെ, അയാളുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടി വരില്ല. ഇപ്പോൾ ഒരാൾ കിടക്കാൻ തയ്യാറാണ്, മറ്റൊരാൾ അതിൻ്റെ കൂടെ കിടക്കാൻ തയ്യാറാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും ഒന്നിച്ചൊരു ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ പോകുന്നതിന് പുറത്ത് നാട്ടുകാർക്ക് കൊല്ലം ചെയ്യാൻ പറ്റും. അയാൾ MLA MP ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രശാന്ത് സി വത്സൻ എന്ന് പറയുന്ന ആൾ കൗൺസിലറാകുമ്പോൾ അവിടുത്തെ MLA ആയിട്ട് MP ആയിട്ട് അയാൾക്ക് ബന്ധമുണ്ടാകും. അത് സ്വാഭാവികമാണ്, ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അതിനെയൊക്കെ ഇങ്ങനെ വക്രീകരിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കുന്ന ആ രാഷ്ട്രീയ തലച്ചോറുണ്ടല്ലോ, അത് മൗഢ്യമാണ്, മൂഢത്വമാണ്. അത് കാലം നിങ്ങൾക്ക് അതിനൊക്കെ മറുപടി തരുമെന്നേ പറയാനുള്ളൂ. 4 വോട്ടിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ വീണ്ടും വഴിയാധാരമാക്കാനോ അവനെ അപമാനിക്കാനോ ശ്രമിക്കരുത്. പ്രശാന്ത് സി വത്സൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ. അതിനുശേഷം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നിന്ന് വീണ്ടും ഒരു പുതിയ ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് കൂടെ വന്നിട്ടുണ്ട്. അതുകൂടിയൊക്കെ ഈ രാഷ്ട്രീയക്കാർ നോക്കണം. ബി ജെ പിയുടെ പല MP മാരും പാർലമെൻറ്റിലിരിക്കുന്ന പലരും പോക്സോ കേസിൽ വരെ പ്രതിയാണെന്ന കാര്യം കൂടി ഈ പറഞ്ഞ സുരേന്ദ്രൻ, അതായത് ഈ സ്ത്രീ ശോഭാ സുരേന്ദ്രൻ ഓർക്കുന്നത് നല്ലതാണ്. അവരെപ്പറ്റി മറ്റു പല അപവാദങ്ങളും പറയുന്നുണ്ട്. ഇത് അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പുറത്ത് അയാൾ പോയി ഒരുത്തി അവനോട് കിടന്നിട്ടുണ്ടെങ്കിൽ അത് അവരനുഭവിച്ചോട്ടെ, അവരുടെ വഴി പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ 25 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്ന സ്വന്തം ശബ്ദം പുറത്തു വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിക്കുകയാണ്. അവരാണ് ജനപ്രതിനിധിയാകാൻ പോകുന്നത്. കമ്മീഷൻ ചോദിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കുന്നതിന് 25 ലക്ഷം രൂപ കമ്മീഷൻ ചോദിക്കുന്ന വോയിസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലയിടിക്കുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് പ്രതിഭാഹരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് വീണ ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ സത്യത്തിൽ മലീമസമാണ് കേരളത്തിലെ രാഷ്ട്രീയ വനിതകളെന്ന് ഒരുപക്ഷെ നമുക്ക് നാളെ പറയേണ്ടി വരും. എല്ലാവരും അല്ല, ചിലരെങ്കിലും. അതിന് ഉദാഹരണങ്ങളായി ഇവരെയൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അതുപോലെ ചില പത്രപ്രവർത്തനം നടത്തണം. അതാണ് മാന്യത. അതല്ലാതെ ഇങ്ങനെയുള്ള വാർത്തകളെ വക്രീകരിച്ച് മറ്റു തന്നെ നെഞ്ചത്ത് ആണിയടിക്കുന്നതും കൊടിയെത്തുന്നതും അല്ല രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമധർമ്മവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.